തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരവുമായി പൊതുമരാമത്ത് വകുപ്പ്. അറ്റകുറ്റപ്പണികൾ തീർത്ത് റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പാതി വഴിയിൽ നിർമ്മാണം നിലച്ച റോഡ് മഴക്കാലത്ത് തീർത്തും ഗതാഗത യോഗ്യമല്ലാതായത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022 തുടങ്ങിയ റോഡിന്റെ പുനർനിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. മഴക്കാലം കൂടിയെത്തിയതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. പൂങ്കുന്നം മുതൽ പുഴയ്ക്കൽ വരെയുള്ള 6 കിലോമീറ്റർ ദൂരം തീർത്തും ഗതാഗത യോഗ്യമല്ലാതായതും കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തത്. വാർത്ത പുറത്തുവന്ന ദിവസങ്ങൾക്കകമാണ് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായത്. മഴക്കാലം മുൻനിർത്തി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിനായി 29 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്നും വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. ടൊയോട്ടോ മുതൽ കുന്നംകുളം വരെയുള്ള റോഡ് തന്നെയാണ് വളരെ മോശമായിട്ട് കിടക്കുന്നത്. താൽക്കാലികമായുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് തീരും. ഞാൻ ADM ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് 10-ാം തീയതി ടെൻഡർ വിളിക്കും. അത് കഴിഞ്ഞൊരു 1.5-2 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ അഗ്രിമെൻറ്റ് വെച്ച് വർക്ക് ഓർഡറാക്കി കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ 2 ആഴ്ച കൂടി കഴിയുമ്പോൾ അതിൻ്റെ പണികൾ ആദ്യം തന്നെ പുതിയ കോൺട്രാക്ടർ വർക്ക് എടുത്ത് തുടങ്ങും. ഒപ്പം പിന്നെ അറിയാം ഇപ്പോൾ തൽക്കാലം വേഗം തന്നെ നിർത്തിയാൽ തന്നെയാണ് കാര്യമുള്ളൂ. കാരണം മന്ദഗതിയിലാണെങ്കിൽ ഈ മഴക്കാലം മുഴുവനും വെള്ളക്കെട്ടിൽ തന്നെ അകപ്പെട്ട് ആൾക്കാർക്ക് അപകടവും ദുരന്തവും അനുഭവിക്കേണ്ടി വരും. 33.23 കിലോമീറ്റർ ദൈർഘ്യമുള്ള തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ വികസനത്തിനായി 316.82 കോടി രൂപയാണ് നേരത്തെ അനുവദിച്ചിരുന്നത്. 2022 സെപ്റ്റംബർ 9 നിർമ്മാണം ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ ഫണ്ട് മുടങ്ങിയതോടെ കരാറുകാരൻ പിൻവാങ്ങി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരടക്കം നിരവധി പേരാണ് പൊതുമരാമത്ത് വകുപ്പിനെ പരാതിയുമായി സമീപിച്ചത്. ന്യൂസ് മലയാളം, തൃശൂർ.